ഗൈസ്, നമുക്കിന്നൊരു കോഴിക്കോടൻ ബിരിയാണി ആയാലോ. നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി നേരെ സാഗറിലോട്ട് പോയേ. 2 ഹാഫ് ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു ഫുൾ ചിക്കൻ ബിരിയാണിയും കൂടെ സ്റ്റാർട്ടറായിട്ട് നമ്മളൊരു ചിക്കൻ കൊണ്ടാട്ടം കൂടി പറഞ്ഞേ. സ്റ്റാർട്ടറായിട്ട് പറഞ്ഞ സാധനം സ്റ്റോപ്പറായിട്ടാണ് ഗൈസ് വന്നത്. നമുക്ക് ആദ്യം ബിരിയാണിയൊക്കെ കിട്ടി, പിന്നെ ഏറ്റവും ലാസ്റ്റ് ആട്ടോ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം കിട്ടിയത്. അപ്പം നമുക്ക് കോഴിക്കോടൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യാം അല്ലേ. ചിക്കൻ കൊണ്ടാട്ടം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ, നല്ല മുളക് കൊണ്ടാട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബിരിയാണിയുടെ കൂടെ. പിന്നെ നല്ല ചമ്മന്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ബിരിയാണിയുടെ കൂടെ കൊണ്ടാട്ടം ഒന്നും കിട്ടൂല കേട്ടോ. ചമ്മന്തിയൊക്കെ ഇടയ്ക്ക് കിട്ടും, പക്ഷെ കൊണ്ടാട്ടം ഇത് ഫസ്റ്റ് ടൈം ആണ്. അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു കൗതുകമായിരുന്നു കേട്ടോ. കൊണ്ടാട്ടത്തിന്റെ കൂടെ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാൻ എനിക്ക് കുറച്ച് ആവേശം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കൊണ്ടാട്ടവും പപ്പടവും ചമ്മന്തിയും അച്ചാറും റായത്തയൊക്കെ കൂട്ടി ചിക്കൻ ബിരിയാണി ഒരു പിടി പിടിച്ചു കേട്ടോ. ചിക്കൻ ആണെങ്കിൽ നല്ല ചുരുണ്ടായിരുന്നു ഗൈസ്. അത് അടർത്തിയിട്ട് വരുന്നില്ലായിരുന്നു. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, ബട്ട് സ്റ്റിൽ എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ 3 പേരും കൂടി കഥയൊക്കെ പറഞ്ഞ് കഴിച്ചപ്പോഴത്തേക്കും ബിരിയാണി പോയ വഴി അറിഞ്ഞില്ല ഗൈസ്. എല്ലാവരുടെ പ്ലേറ്റും കാലിയായി. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാർട്ടറായ സ്റ്റോപ്പർ എത്തി ഗൈസ്, നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം. വയറ് ഫുള്ളായതുകൊണ്ട് തന്നെ തിന്നാൻ പറ്റുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ആ നാരങ്ങയൊക്കെ പിഞ്ഞ് അതും കഴിച്ചു. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. ബൈ.